രക്ഷിച്ചവന് തല കൊടുത്തു. ഇതാണ് ഈ വാഴ, കണ്ട. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു പാഠം ആയിരുന്നു. അപ്പോൾ ഈ പൂവൻവാഴ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു 4 അടി ചതുരത്തിൽ പുല്ല് കളഞ്ഞുകൊണ്ടിരിക്കണം, കണ്ടോ. അപ്പോൾ ഒരു 4 അടി സ്ക്വയർ സ്ഥലം, അത് നല്ല വൃത്തിയാക്കി പുല്ലൊക്കെ കളയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 12 അടി അകലത്ത് മറ്റൊരു വാഴയും കൂടി വെക്കാൻ പോകണം. അപ്പോൾ ഇവിടെ അത് നിറച്ച് പുല്ലാണ്, കണ്ടില്ല. എൻ്റെ ചെരുപ്പൊക്കെ ആ മുള്ളിൻ്റെ ഇടയിൽ വിട്ടു. മുള്ളെങ്കിൽ തൊട്ടാവാടി മുള്ളാണ്. അപ്പോൾ ആടിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണമാണ് തൊട്ടാവാടി, ടച്ച് മീ നോട്ട് എന്ന് പറയും. അപ്പോൾ വേണ്ട സ്പ്രിംഗ്ലറിൽ ഇവിടെ വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിട്ട് മഴത്തുള്ളി പോലെ നമ്മുടെ ശരീരത്തിൽ പതിക്കും. അപ്പോൾ ഒരു തണവ്. അപ്പോൾ രാത്രിയിലുണ്ടായിരുന്ന മഞ്ഞിൻ്റെ തണുപ്പും കൂടിയാകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ വേണ്ട ഫുള്ള് തൊട്ടാവാടിയും പുല്ലും ഇതൊക്കെ കളഞ്ഞ് വെടുപ്പാക്കിയിട്ടാണ്. അപ്പം ഞാൻ കൂടുതൽ വാഴയൊക്കെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനടി ഹിറ്റാച്ചി വിളിക്കണം, ആയിട്ടാണ് കുഴി കുത്തുക. അല്ലാണ്ട് ഇങ്ങനെ ഓരോന്നോരൊക്കെ ചെത്തി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിടിക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. സാധാരണ ജനങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ ഈ പുല്ലും കാടൊക്കെ ഉണ്ടായിട്ട് നേരെ വട്ടമാവ് അല്ലെങ്കിൽ കോമാവ് ഏതാ മാവെന്ന് അറിയില്ല. ഒരു 7 വർഷം മുമ്പ് 8 വർഷം മുമ്പ് ഞാനും മോണാർക്കും ഒരു കനാല് വഴിക്ക്, പുലിപ്പാക്കുന്നിൻ്റെ അടുത്തുള്ള കനാല് വഴിക്ക് സഞ്ചരിക്കുമ്പോൾ വട്ടമാവ്, കോമാവ് ഇതിൻ്റെയൊക്കെ തൈക്കൾ കൊണ്ടുവന്നിട്ട് നട്ടതായിരുന്നു. അപ്പോൾ ഇത് ഈ വർഷം ആദ്യമായിട്ട് 2025 ഫെബ്രുവരിയിൽ ഇത് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഏത് മാവാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം ഞങ്ങൾ. അപ്പം നമ്മൾ ഈ പുല്ലൊക്കെ കളഞ്ഞ ഈ 4 അടി സ്ഥലത്ത് കണ്ടില്ലേ, എൻ്റെ പിക്കാസിൻ്റെ കൈ 5 അടിയേക്കാളും നീളമുണ്ട്, കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കൊത്തി മണ്ണ് ഇളക്കിയിട്ടതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് കുതിരും, പിന്നെ കൈക്കോട്ടങ്ങോട്ട് കളച്ചാൽ മതി. അപ്പോൾ ഒന്ന് പിക്കാസൊക്കെ ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ മണ്ണ് അവിടെ വെള്ളം കെട്ടി കിടക്കും, നന്നായിട്ട് ജലം ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ കണ്ടോ അടുത്ത വാഴയുടെ കുഴി 12 അടി അകലം, അവിടെ ഇതുപോലെ തന്നെ കുഴിച്ചിടണം. ഇപ്പോൾ മണ്ണൊക്കെ മാറ്റി മണ്ണ് മാറ്റണം. കാരണം വെച്ചാൽ സബിത അടുക്കളയ്ക്ക് പോയി കിച്ചണിൽ പോയിട്ട് പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ആള്. അപ്പോൾ ഇടയ്ക്കിട്ട് ഇത് യൂട്യൂബിലേക്ക് പിടിക്കുന്ന സമയത്ത് ക്യാമറയും കൊണ്ട് അവൾ പോവും. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ അവിടെ പുട്ടും പഴമാണ് ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന സമയത്തായതുകൊണ്ട് പുട്ടും പഴം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം നാളികേരം ചിരണ്ടണം, പുട്ടും കുറ്റി കഴുകണം, പുട്ടും കണ കഴുകണം. പിന്നെ പുട്ട് കുത്താനായിട്ട് പണ്ടൊക്കെ ഈ വാഴയുടെ കൈ തന്നെ എടുക്കും, വാഴക്കൈ, മുളയുടെ കുമ്പം, അല്ല പുട്ടും കണത് മുളയാണെന്നു അന്നൊക്കെ. അപ്പോൾ ഉണ്ടോ ഈ ആൾ വരുന്നവരെ ഈ അടുത്തൊരു വാഴയുടെ മണ്ണൊക്കെ വെട്ടിയിട്ട് കൊടുക്കണം, കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 മാസം എത്തിയതാണ്. അതിന് അത് വളവും മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പിക്കാസക്ക് കൊത്തി അവിടെ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു അവിടെ, കണ്ടോ. അപ്പോൾ കൈക്കോട്ട് കളച്ചാൽ നല്ല ഇളക്കം കിട്ടിയ മണ്ണൊക്കെ, കണ്ടോ. ഒറ്റ കൊത്തിന് കൊട്ടക്കണക്കിന് മണ്ണ് ഇങ്ങോട്ട് പോരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേനൽക്കാലം, ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കുഴി കുത്തുമ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിടുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങോട്ട് മണ്ണിങ്ങോട്ട് വെട്ടി മറിച്ചെടുക്കാം. അപ്പോൾ ഈ 4 അടി ചതുരത്തിലുള്ള ഒരു 3 അടി കണ്ടില്ലേ, 3 അടി ചതുരത്തിലുള്ള കുഴിയുടെ 1 അടി താഴ്ചയുള്ള കുഴി, അതിൻ്റെ നടുവിൽ നോക്കിയിട്ട് വേറൊരു ഇരിക്കക്കുഴി, ഒരു കൈക്കോട്ട്, അതായത്
കുഴി കുത്തിയിട്ട് അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വാഴക്കണ്ണാണിത്. ഈ വാഴക്കണ്ണുകളൊക്കെ നമ്മൾ വേരൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് വയ്ക്കുക. അപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണമൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയാവും. പിന്നെ കൃഷിക്കാരും ചെയ്യും. ഞാനൊന്നും അതും ചെയ്യാറില്ല. നമ്മൾ വെറുതെ അങ്ങോട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടും. അപ്പോൾ സബിത പറഞ്ഞാൽ വേരൊക്കെ ചെത്തി കളഞ്ഞിട്ട് വെച്ചാൽ മതി. കണ്ടോ? ഇനി മണ്ണിട്ട് കൊടുക്കാം. ഇനി വളം വേണമെങ്കിൽ ഇപ്പം അതിനിട്ട് കൊടുക്കാം. അപ്പോൾ വളത്തിൻ്റെ ചാക്ക് ചാണകം ഇരിക്കുന്നത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ പോകില്ല. അപ്പോൾ മണ്ണിട്ട് മൂടി ഇനി നനച്ചു കൊടുക്കാം. ഇന്ന് നനയ്ക്കുക, പിന്നെ കുറച്ച് ദിവസം നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൊലച്ച് വാഴ കണ്ടില്ലേ. അപ്പോൾ ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസങ്ങളിൽ കൊലച്ച് ഇതുപോലെ കൊലവെട്ടാം. അപ്പോൾ വെള്ളം കുറവ് ഉള്ള ആൾക്കാരുകൾ പൂവൻ വാഴ വെച്ചാൽ മതി. അത് 10-15 ദിവസം കഴിയുമ്പോൾ ഒന്ന് നനച്ചാൽ മതി. അതിന് അത്രയ്ക്കാണ് ആവശ്യമുള്ളൂ. പിന്നെ എന്നും നനയ്ക്കാൻ വെള്ളമുള്ളവർക്കും കുഴപ്പമില്ല. എന്നും നനച്ചു കൊടുത്താൽ അടിപൊളി കൊലയായിരിക്കും കിട്ടുക, എന്നും നനച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാനൊക്കെ സ്പ്രിങ്ക്ലർ വയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നനച്ചു കൊടുക്കും. അപ്പോൾ കൊല കിട്ടി കഴിയുമ്പോൾ ആൾക്കാർ ഇത് തമിഴന്മാരുടെ വാഴക്കൊലയെന്ന് പറയും. അത്രയ്ക്കും അടിപൊളി കൊലകൾ കിട്ടും. വെള്ളമില്ലാത്തവരൊക്കെ ഒരാഴ്ചയോ 2 ആഴ്ച എത്തിയിട്ട് നനച്ചാലും ഈ വാഴ ഉണങ്ങാതെ തന്നെ നിൽക്കും. നല്ല വാഴക്കൊലയും കിട്ടും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു വീട്ടിൽ പോകണ്. ഭക്ഷണം കണ്ടില്ല. ഇവിടെ പഴം അതൊക്കെ നമ്മളുടെ തോട്ടത്തിൽ നിന്ന് ഇഷ്ടം പോലെ വെട്ടി കൊണ്ടു വയ്ക്കണം. അപ്പോൾ പുട്ടുണ്ട്, ഗോതമ്പിൻ്റെ പുട്ടാണ്. അപ്പം ഞങ്ങൾ പുട്ടുണ്ടാകുന്നത് അരിപ്പൊടി വല്ലപ്പോഴാണ് ഉപയോഗിക്കുക. ഗോതമ്പ് അല്ലെങ്കിൽ നമ്മുടെ പുല്ല്, രാഗി പുട്ട്, ഇതൊക്കെയാണ് സാധാരണ കഴിക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ കാലത്ത് തന്നെ പുട്ടും പഴവും. അപ്പോൾ ഇതുപോലെ നമ്മൾ 1 മണിക്കൂർ ബുദ്ധിമുട്ടി കഴിഞ്ഞാണെങ്കിൽ ഒരു 3-4 വാഴയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊക്കെ ഒരു 4 എണ്ണം 5 എണ്ണമൊക്കെ വെക്കാനായിട്ട് 1 മണിക്കൂർ എടുക്കും. നിങ്ങൾ അരമണിക്കൂർ എടുത്തോ. അപ്പോഴും 2 വാഴയെങ്കിലും വെച്ച് ഇതുപോലെ അടിപൊളി പഴം. വാഴക്കണ്ണിന് വെറും 14 രൂപ 15 രൂപ ഒരു വാഴക്കണ്ണിന്. അപ്പോൾ ഒരു 3 വാഴക്കണ്ണ് 45 രൂപ മതി. പിന്നെ കുഴി കുത്തുന്നത് നമ്മൾ 1 മണിക്കൂറിൽ നമ്മൾ തന്നെ അധ്വാനിച്ചു. ഇനി ഒന്ന് നനച്ചു കൊടുക്കുക. ഒരു 50 രൂപയ്ക്കുള്ള വളം ഇട്ട് കൊടുത്താൽ 50. ഇനി നിങ്ങൾക്ക് വലിയ വില കിട്ടണമെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടോ, അത് കുഴപ്പമില്ല. അപ്പോൾ അടിപൊളി വാഴക്കൊല കിട്ടും. ഒരു 100 രൂപയ്ക്ക് വളവും 15 രൂപ ഒരു വാഴക്കണ്ണ്. അപ്പോൾ 115 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 500 രൂപയുടെ ഒരു വാഴക്കുല നമുക്ക് കിട്ടണം. അപ്പോൾ വാഴ കണ്ടില്ലേ, വാഴ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകത, വാഴ വെച്ച് കഴിഞ്ഞാൽ രക്ഷിച്ചതിന് തല കൊടുക്കുമെന്ന് പറയും. ഈ തല കണ്ടോ, ഇന്നിപ്പോൾ നമ്മളുടെ വല്ലവരെയും രക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തല അവ എടുക്കും.